ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് കാണുന്നത് ഇതാണ് സാധനം. എന്തോ അമ്മ ഈ കാണുന്നത് മാഹി വടകര നാഷണൽ ഹൈവേ 17 ആണ്. നമ്മൾ മാഹിയിൽ നിന്ന് വരുമ്പോൾ 8 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ ചോമ്പാൽ ജംഗ്ഷൻ എത്തുന്നത്. അപ്പോൾ ഈ ചോമ്പാൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 950 മീറ്റർ 1 കിലോമീറ്ററോളം അടുപ്പിച്ച് നമുക്ക് ഉള്ളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹാർബറിലെത്താൻ പറ്റൂ. ഇവിടുന്ന് യാത്രാ സൗകര്യത്തിനൊന്നും വലിയ പ്രയാസമില്ല. ഇവിടെ എപ്പോഴും ഈ ഓട്ടോറിക്ഷകളൊക്കെ ട്രിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അവിടെ എത്താനൊക്കെ വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ചോമ്പാല ഹാർബറിലെത്തിയിരിക്കുകയാണ്. സാധാരണ ഹാർബറിൻ്റെയൊക്കെ എൻട്രൻസിൽ വാഹനങ്ങളുടെയൊക്കെ നീണ്ട നിര 2 വീലറുകളുടെയും 4 വീലറൊക്കെ കാണാറുണ്ട്. ഒരുപക്ഷെ ഈ ചോമ്പാല ഹാർബറിൻ്റെ എൻട്രൻസിൽ അത് ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്നു. ഹലോ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മാഹിയിൽ നിന്നും 6 കിലോമീറ്റർ വടകര റൂട്ടിലുള്ള ചോമ്പാല ഫിഷിംഗ് ഹാർബറിലാണ്. വളരെ മനോഹരമായിട്ട് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യങ്ങളും ഈ ഹാർബറിലുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ ഹാർബറുകളിലൊക്കെ പോകുമ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ അതുപോലെ നല്ല വൃത്തിയുടെ കാര്യത്തിലും നല്ല രീതിയിൽ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ചോമ്പാല ഫിഷിംഗ് ഹാർബറിലെ മനോഹരമായ മത്സ്യബന്ധന കാഴ്ചകളാണ്. വെൽക്കം ടു സോൾ ഓഫ് എർത്ത്, മൈസെൽഫ് ഷെരീഫ്. എൻ്റെ പേര് ഷെറിൻ കുമാർ. ഹാർബറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹാർബറിൻ്റെ മുഖങ്ങളും തെക്ക് ഭാഗത്താണ്. ചോമ്പാൽ ഹാർബറിൻ്റെ മുഖം വടക്ക് ഭാഗത്ത്. പിന്നെ മറ്റൊന്ന്, ഈ ഉപയോഗശൂന്യമായ ഒരുപാട് തോണികൾ ഇവിടെ ജോലിക്ക് പോകാതെ തന്നെ ഈ ഹാർബറിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ മേൽ നടപടികളുമായിട്ട് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കുകയും കലക്ടർക്ക് പരാതി കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നീക്കം ചെയ്യുക എന്ന് കലക്ടർ നേരിട്ട് വന്ന് നോട്ടീസ് ഒട്ടിക്കുകയും അതുപോലെ തന്നെ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഇവിടെ ഈ ഉപയോഗശൂന്യമായ തോണികൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അത് നീക്കം ചെയ്തിട്ടുമില്ല. പിന്നെ അത് മാത്രവുമല്ല, ഈ തോണികൾ ജോലിക്ക് പോകാതെ കിടക്കുമ്പോൾ മഴ പെയ്ത് വെള്ളം കെട്ടി അത് മാരകമായ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയാണ്. ഇവിടുത്തെ മത്സ്യക്കച്ചവടം പ്രധാനമായിട്ടും 2 രീതിയിലാണ്. ഒന്ന്, ഇവിടെ നിന്ന് ഹാർബറിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളുടെ വിപണനവും നടക്കും. അതുപോലെ ഈ കാണുന്ന വാഹനങ്ങളെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻ ഇവിടെ കൊണ്ടുവന്നുള്ള വ്യാപാരവും ഇവിടെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ ചോമ്പാല ഹാർബറിലെ മറ്റൊരു പ്രത്യേകതയാണ്, നമുക്ക് ഇവിടെ സാധാരണ ഹാർബറിൽ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ തൊഴിലാളികൾക്കൊക്കെ വന്ന് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. പുലർച്ചെ 5 മണിക്ക് ഇവിടുന്ന് പണിക്ക് പോകുന്നു. പണിക്ക് പോയി മീൻ കണ്ടാൽ മാത്രമേ എനിക്ക് കിട്ടൂ, അല്ലെങ്കിൽ കാലിയായിട്ട് മടങ്ങി വരേണ്ടി വരും. ഈ പ്രത്യേകിച്ച് സമയങ്ങളൊന്നുമില്ല ഇതിന്, ഈ സമയത്ത് പിടിക്കാൻ വരുമെന്നുള്ള. മീൻ കിട്ടിയില്ലേ രാവിലെ വരും, അല്ലെങ്കിൽ സന്ധ്യയിലും കഴിയും. ഈ എണ്ണൻ്റെ വിലക്കയറ്റം, ഈ എണ്ണൻ്റെ വിലക്കയറ്റം കൊണ്ട് ഇവിടുന്ന് കിട്ടുന്നതിന് അത്രയും വരുമാനം കുറവാണ്. നമ്മളിപ്പോൾ കാലത്ത് പുലർച്ചയ്ക്ക് ഒരു 4 മണിക്ക് എണീച്ചിട്ട് പണിക്ക് പോകാൻ വരും. ഹാർബറിൽ നിന്ന് ഒരു 5 മണിയാകുമ്പോഴേക്ക് ഹാർബറിൽ നിന്ന് വിടും. പിന്നെ നമ്മളിപ്പോൾ മത്സ്യമുള്ള കടൽ വരെ പോവും. ഒരു 10, നമ്മളെ ഭാഷയിൽ ഒരു 15 ഭാഗം വരെ ഞങ്ങളിങ്ങനെ പോയിട്ട് നോക്കും. അവിടെ നിന്ന് കിട്ടുന്ന മീൻ ഇപ്പം പൊതുവേ കുറവാണ്. കിട്ടുന്ന മീൻ തന്നെ വളരെ കുറവാണ്. പിന്നെ ചെറുമീനാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഓരോ കമ്പനിക്കാരും അവരുടെ തൊഴിലാളികൾക്കൊക്കെ യൂണിഫോം പോലെ ജേഴ്സി കൊടുക്കുന്ന പോലെ ഓരോ കമ്പനിക്കാരുടെയും ഇട്ടിരിക്കുന്ന ഷർട്ടിനകത്ത് ആ കമ്പനിയുടെ പേരും ഒക്കെ അടിച്ചിട്ടുണ്ട്.
ഇത് ലേലഹാളാണ്, പക്ഷെ ഇവിടെ ലേലം വിളി ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഇത് നെത്തലും കോപ്പും എല്ലാം മിക്സാണ്. ഇത് ഇപ്പോൾ പിടിച്ച് ഓരോ വണ്ടിക്ക് കയറ്റി അയക്കാനും വേണ്ടിക്കുള്ളതാണ് മീൻ. ഏതാണ്ട് ശൗകത്തിൻ കമറിനൊളിരാജാത്തി എന്നെങ്ങും വന്നെങ്ങോ നീ ബദറൊളിയേ ചെന്നാറ്റിൻ കതിരൊളിയേ കരളായോ നീ എൻ്റെ ശൗക്കേറും നാട്ടിലെ കഥകളൊരായിരം പറയുവാനുണ്ട് കേൾക്കൂയാ മെഹബൂബേ ഏതാണ്ടി ശൗകത്തിൻ കമറിനൊളിരാജാത്തി എന്നെങ്ങും വന്നെങ്ങു നീ ബദറൊളിയേ ചെന്നാറ്റിൻ കതിരൊളിയേ. വലിയ കടൽ ക്ഷോഭങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ 2 പുലിമുട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് വലിയ ഹൈറ്റിലുള്ളതാണ്, അത്ര ഹൈറ്റ് കാണുന്നില്ല. പിന്നെ സാധാരണ ഉള്ള ഹാർബറിലൊക്കെ ഒരു പുലിമുട്ടാണ് സാധാരണ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ അത്രയ്ക്ക് ആധുനിക രീതിയിലുള്ള സേഫ്റ്റിയുടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. അടുത്ത ഒരു ബോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ആളുകൾ വാങ്ങാനുള്ളവരും ലേലം വിളിക്കാനുള്ളവരും ഒക്കെ അതിന് അടുത്തേക്ക് അങ്ങ് പോകുന്ന കാഴ്ച നമ്മൾ കാണും. ബോട്ടിനകത്ത് വെച്ച് തന്നെ ലേലം വിളിയൊക്കെ നടക്കുകയാണ് ഇപ്പോൾ. എല്ലാം ഇന്ന് വന്നിരിക്കുന്ന ഈ ബോട്ട് നെത്തോലിയാണ് മൊത്തം. 1450. പിടയ്ക്കുന്ന ചെമ്മീനൊക്കെ കണ്ട് പിടിച്ചുകൊണ്ട് വരുന്നത്. ഈ ബോട്ടിൽ വന്നിട്ടുള്ളത് അയലയാണെന്ന് തോന്നുന്നു. അപ്പോൾ വന്ന ഉടനെ അത് എടുത്തു പാക്ക് ചെയ്തു ഓരോരുത്തരും. നീ തനിച്ചല്ലേ പേടിയാവില്ലേ ഞാനും മിന്നാമിനുങ്ങേ.
ആയിരം വസന്തമിങ്ങിതാ ആകാശമണ്ഡലങ്ങളിൽ നീഹാരമാലയൂർന്നിതാ പൂഞ്ചോലയിൽ കുരുങ്ങു ചങ്ങാലികൾ പാടുമീ വേളയിൽ ശമലാവണ്യമം താരവൃന്ദങ്ങൾ മുത്തണിഞ്ഞിതാ മായാത്ത മാരിവില്ലിതാ ആയിരം വസന്തമിങ്ങിതാ. ഇവിടെ മീനിൻ്റെ ഒരു ചെറിയ ലേലം വിളിയുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. 3,700 അതുകൊണ്ടാ വെള്ളച്ചെമ്മീനാണ്. 500 വിളിക്കുന്നതിനെല്ലാം താത്തിയാ വിളിപ്പിക്കുന്ന. 250 അതിഥികൾക്ക് തീരെ വന്നാ 300. 1000 പറയും 1000 പറയും 1000 പറയും 1000 രൂപ 600. രണ്ട് മാസം കൂടുമ്പോഴാണ് ഇതിങ്ങനെ മറിച്ചിട്ട് ഇതിനകത്തെ അഴുക്കുകളൊക്കെ എടുത്തു കളഞ്ഞ് 6 മാസം കൂടുമ്പം ഇത് വീണ്ടും പെയിൻ്റൊക്കെ ചെയ്യും. അങ്ങനെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ അതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കുറേ സുഹൃത്തുക്കളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. നമ്മൾ കാലത്ത് ഒരു 4-4:30 മണിക്ക് പണിക്ക് പോകും. പിന്നെ കരക്ക് എപ്പോഴാണ് വരാമെന്ന് അറിയാൻ പറ്റില്ല. മീൻ കിട്ടിയാൽ കിട്ടി. ഇപ്പോൾ കുറേയൊക്കെ ഒരു 1.5 മാസമായി ഇപ്പോൾ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ. സാധാരണ ഹാർബറിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് പരാതികളുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ ചോമ്പാൽ ഹാർബറിനെ സംബന്ധിച്ച് അങ്ങനെ വലിയ പരാതികളൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വളരെ വൃത്തിയുടെ കാര്യത്തിലായാലും വണ്ടിയുടെ പാർക്കിംഗ് സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും എല്ലാ രീതിയിലും നല്ലപോലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഹാർബറാണ് ഈ ചോമ്പാൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ചോമ്പാലിൽ നിന്നുള്ള മനോഹരമായ മത്സ്യബന്ധന കാഴ്ചകളാണ് നമ്മൾ പങ്കുവച്ചത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.